ഇംപ്രോപ്പർ ആയിട്ടുള്ളൊരു സ്ലീപ്പ് ആകുമ്പോൾ അവിടെ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് വരും, വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. കൃത്യസമയത്തും കൃത്യ അളവിലും ഉറങ്ങുക എന്നുള്ളത് ദിനചര്യയുടെ ഭാഗമാണ്. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി നമുക്ക് വേണ്ടുന്ന ഒരു ബേസിക് നീഡാണ് ഉറക്കം. ആയുർവേദത്തിൽ നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പില്ലേഴ്സിൽ ഒന്നായിട്ടാണ് ഉറക്കത്തെ വിശേഷിപ്പിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഉറക്കത്തിന് അത്രയേറെ പ്രാധാന്യം നമ്മുടെ ലൈഫിലുണ്ട്. പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് നമുക്ക് ആയുസ്, ബലം, ബുദ്ധി, ഇമ്മ്യൂണിറ്റി ഇതെല്ലാം കൂട്ടും. അതുപോലെ തന്നെ ഇംപ്രോപ്പറായിട്ടുള്ളൊരു സ്ലീപ്പ് ആകുമ്പോൾ അവിടെ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് വരും, വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഇന്ന് ഒരുപാട് പേര് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉറക്കക്കുറവ്. നൈറ്റ് പാർട്ടീസ്, ഗെയിമിംഗ്, പഠിത്തം, വർക്ക് ലോഡ് തുടങ്ങിയ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇതിനൊരു പ്രധാന പ്രശ്നം. ഉറക്കക്കുറവ് പോലെ തന്നെ നമ്മൾ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതിനിദ്ര. കൂടുതൽ ഉറങ്ങുന്നതും നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ട് ബാധിക്കും. ഉറക്കക്കുറവിന് നമുക്ക് ആയുർവേദത്തിൽ പഞ്ചകർമ്മ തെറാപ്പീസിനോടൊപ്പം തന്നെ വിശേഷം നമുക്ക് അഭ്യംഗം ചെയ്യാം. ശിരോ അഭ്യംഗം, പാദാഭ്യംഗം, പിന്നെ തൈലങ്ങൾ കൊണ്ടും മോര് കൊണ്ടും ശിരോധാര ചെയ്യാം, തളം ചെയ്യാം, നസ്യം ചെയ്യാം. പിന്നെ ഇൻറ്റേർണലി നമുക്ക് ചൂർണങ്ങളും ഘൃതങ്ങളും മെഡിസിൻസ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഇതിന് പുറമെ നമുക്ക് ഉറക്കത്തിനായിട്ടൊരു ടൈം ഷെഡ്യൂൾ ഫിക്സ് ചെയ്യാം. മെഡിറ്റേഷൻ, പ്രാണായാമങ്ങളൊക്കെ ചെയ്ത് രാത്രിയത്തെ ആഹാരം കുറച്ച് നേരത്തെ ആക്കി ഹെവി സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായി ഉറങ്ങാൻ സാധിക്കും.